ഹലോ, ജിസുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു നൈറ്റി 3 പീസ് നൈറ്റിയാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമുക്കിനി നോക്കാം. ഇത് 3 മീറ്റർ തുണിയാണ് നമുക്കുള്ളത്. ഈ തുണിക്ക് കുറച്ച് വീതി കൂടുതലുണ്ട്, എങ്കിലും അന്നേരം നല്ലോണം ഞൊറി കിട്ടിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല. അത് 4ആയിട്ട്, ഒന്ന് താഴോട്ടും ഒന്ന് സൈഡിലേക്കും അങ്ങനെ മടക്കിയാണ് നമ്മളിടുന്നത്. അതിൽ പിന്നെ നമ്മുടെ ഓപ്പൺ ഇല്ലാത്ത മടക്ക് ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഇടുക. മറ്റേ ഓപ്പണുള്ള ഭാഗം ഇപ്പുറത്തെ മറ്റേ സൈഡിലേക്കുമായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ തുണി മടക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ തുണി മടക്കി വെച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ സ്ലീവാണ് എടുക്കുന്നത്. സ്ലീവ് എടുക്കുന്നത് നമ്മളിങ്ങനെ ഓപ്പണുള്ള സൈഡിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് സ്ലീവിന് നമുക്ക് വേണ്ടി ഇറക്കം 7.5 നമ്മളിവിടെ എടുക്കുന്നത് 9, കാരണം കൈത്തുമ്പ് പോകണം, പിന്നെ കൈയുടെ അടി മടക്കി അടിക്കേണ്ടതുകൊണ്ട്. അതുകൊണ്ടാണ് 9 ഇഞ്ച് വരെ എടുക്കുന്നത്. അതിന് താഴെയും ഒന്നും കൂടെ 9 മാർക്ക് ചെയ്യുക. 9 മാർക്ക് ചെയ്തിട്ട് അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈനാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അവിടെ നിന്ന് നമുക്ക് പിന്നെ സ്ലീവിന് ഷേപ്പ് സാധാരണ വരുത്തുന്നത് ഒരു 4.5 ഇഞ്ച്. നൈറ്റിയൊക്കെ ആയതുകൊണ്ട് ലൂസ് വേണ്ടിക്കൊണ്ടാണ് നമ്മളൊരു 4.5 വരെ കൊടുക്കുന്നത്. ഇല്ല 4 മതി. 4.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക. അതും താഴെ ഒന്നും കൂടെ 4.5 അടയാളപ്പെടുത്തി അതും കൂട്ടി വയ്പ്പിച്ച് അതും ഒരു ലൈനാക്കുക. ഇനി നമുക്ക് അടുത്തത് വേണ്ടിയത് നമുക്ക് കൈയുടെ വണ്ണമാണ്. ഇതിൻ്റെ വണ്ണം എന്ന് പറയുമ്പം നമ്മൾ 7 ഇഞ്ച് വണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 8 ഇഞ്ച് നമ്മൾ കൊടുക്കുക. ജ്യൂസൊക്കെ തയ്യൽ തുമ്പിനൊക്കെ കൊണ്ട് 8 എടുക്കുക. നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പിന്നെ ഒരു കൈയുടെ ഇറക്കത്തിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയ 9 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയ ആ ലൈനിൽ ഒരു 7.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. ഇപ്പുറത്തെ രണ്ടാമത് വരച്ചിരിക്കുന്ന ആ ലൈനിൽ നമ്മൾ 9 ഇഞ്ചും അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ 3 ലൈനിലും ഓരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ നിൽക്കുന്ന സൈഡിൽ എന്ന് വെച്ചാൽ ഓപ്പൺ ഇല്ലാത്ത ആ ഭാഗത്ത് നമ്മൾ നേരെ താഴേക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആ 10 ഇഞ്ചിൽ നിന്ന് സ്കെയിൽ വെച്ച് നേരെ ഇങ്ങോട്ടേക്ക് ആ മുമ്പേ അടയാളപ്പെടുത്തിയതിൻ്റെ ഒരു മനയുണ്ടല്ലോ, അവിടെ വരെ, അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഒരു വര വരയ്ക്കും. ഇനി ആ വരയിൽ നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ ആദ്യം വരച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ അവിടുത്തെ അളവ് എത്രയാണെന്ന് നോക്കുക. അതുകൊണ്ട് ഒരു 4.5 ഇഞ്ച് അളവുണ്ട്. ആ 4.5 ഇഞ്ച് നമ്മളെ സൈഡിൽ നിന്ന് എവിടെയാണോ നമ്മൾ വരച്ചിരിക്കുന്ന വരയിൽ എവിടെയാണോ 4.5 വരുന്നത് അവിടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ആ 1.5 താഴേക്ക് അടയാളപ്പെടുത്തി അതും നമ്മളിപ്പം 4.5 അവിടെ അടയാളപ്പെടുത്തിയില്ല, അതും കൂടെ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് ആ സ്ലീവ് ഇങ്ങോട്ട് വെട്ടിയെടുക്കാം. നമ്മൾ ആ താഴത്തെ പോർഷന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഇപ്പം നമ്മൾ ഈ വെട്ടിയെടുക്കുന്നത്. അത് ഇപ്പം നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന പോലെ വരയിൽ കൂടെ തന്നെ ഇങ്ങ് വെട്ടിയെടുത്താൽ മതി. ഇപ്പം വെട്ടിയിരിക്കുന്നത് നമ്മുടെ അടിയിലത്തെ പോർഷനാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക. സെൻറ്റർ നമുക്ക് ഞൊറിയിടുമ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മാർക്ക് കൊടുക്കുക. അതിനി മാറ്റി വെക്കുക. ഇനി മുകളിൽ നമ്മൾ ഇപ്പം കൈ വെട്ടിയെടുത്തതിൻ്റെ ബാക്കി ഭാഗമുണ്ട്. ആ ഭാഗം നമുക്ക് ഇനി ഫ്രണ്ട് മുണ്ടേക്കുള്ള ഭാഗമൊക്കെ നമുക്ക് വെട്ടിയെടുക്കേണ്ടി അതിൽ നിന്നാണ്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും പോർഷൻ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഷോൾഡർ നമ്മളൊരു 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക. 7 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുക. അത് പിന്നെ താഴെയും കൂടെ ഒന്നും കൂടെ 7 അടയാളപ്പെടുത്തി നമുക്കത് ഒരു ലൈനാക്കാം. ഇനി നമ്മൾ ആ പിന്നെ ഷോൾഡർ വേണ്ടി വരച്ചിരിക്കുന്ന അതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന സ്ലീവ് എടുത്ത് വെക്കുക. സ്ലീവിൻ്റെ
സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നതാണിത്. അവിടെ നിന്ന് നമുക്ക് സ്ലീവ് ഒരു 1/2 ഇഞ്ച് ഒരു 1/2 ഇഞ്ച് അത്ര വേണം, കുറച്ചുകൂടെ ഒരു 1/2 ഇഞ്ചിനുള്ള അത്ര താത്തിയിട്ട് വെച്ചിട്ട് താഴെ ആ വരച്ചിരിക്കുന്നിടത്ത് നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി സ്ലീവിങ് എടുത്ത് മാറ്റുക. ഇനി താഴേക്ക് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ പോയിൻ്റ് വെച്ച് താഴേക്ക് മാർക്ക് ചെയ്യുക, വരയ്ക്കുക. ഇനി നമുക്കതുപോലെ ആ വരച്ചിരിക്കുന്ന പോലെ നമുക്കിങ്ങോട്ട് വെട്ടിയെടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്യുക. സെൻറ്ററൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ മറ്റേ പാർട്ടിക്ക് മാറ്റിയിടുക. അത് അവിടെ ഒരു മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ അടിഭാഗത്തും പിന്നെ ഒരു മാർക്ക് ചെയ്യുക. ഒക്കെ സെൻറ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടും ബാക്കും വേർതിരിച്ചെടുക്കുക. കാരണം ഫ്രണ്ടിലും ബാക്കിലും കഴുത്തൊക്കെ നമ്മൾ വ്യത്യാസപ്പെടുത്തിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് നമ്മൾ കഴുത്ത് വെട്ടുന്നത്. ഇനി ബാക്ക് പീസ് ഒരു പീസ് എടുക്കുക. ആ പീസിൽ നമ്മൾ ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. ബാക്കിൽ കഴുത്ത് നമുക്ക് കഴുത്തെടുക്കുന്ന ഒരു 3 ഇഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ അകലം എടുക്കുന്നത്. 3 ഇഞ്ച് അകലവും താഴ്ച ഒരു 3 എടുക്കാം. ഇനി നമ്മൾ കഴുത്ത് വെട്ടാനായിട്ട് പോകുന്നത്, കഴുത്തിൻ്റെ അകലം 3 ഇഞ്ച് അകലവും 3 ഇഞ്ച് അകലം നമുക്ക് അടയാളപ്പെടുത്താം. പിന്നെ താഴേക്ക് നമുക്കൊരു 6 ഇഞ്ച് ഇറക്കം, കഴുത്തിൻ്റെ ഇറക്കം ഒരു 6 ഇഞ്ചും അടയാളപ്പെടുത്താം. ഇനി അതൊരു ബോക്സ് പോലെ ആക്കാം. ഇനി ആ കോർണറിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതിന് യു ഷേപ്പ് എല്ലാം എടുക്കുന്നത് അവിടെ ഒരു കർവായിട്ട് നമ്മൾ അതിലേക്ക് അങ്ങനെ വരച്ചു കൊടുക്കുക. അതിലേക്ക് ഇനിയിപ്പം നമ്മൾ ആ വരച്ചിരിക്കുന്ന അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് സ്കെയിൽ നമ്മളവിടെ വരെ കഴുത്തിനുള്ള അടയാളപ്പെടുത്തി അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് സൈഡിലേക്ക് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് സൈഡിലേക്ക് അടയാളപ്പെടുത്താം. ആ 1.5 നമ്മളവിടെ അവിടെ നിന്ന് ആ കഴുത്ത് വരച്ചിരിക്കുന്ന അവിടേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ താഴോട്ട് നമുക്കുള്ളത് ഒരു 4 ഇഞ്ചാണ് നമുക്ക് കഴുത്തുള്ളത്. അവിടെ അടിഭാഗത്തേക്കുള്ള ആ 4 ഇഞ്ച് ഇവിടെ നമുക്ക് 4 ഇഞ്ച് എവിടെയാണോ അടയാളപ്പെടുത്താതെ 4 തന്നെ അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു കർവ് അവിടെ ചെറിയ വളവായിട്ട് തിരിച്ചങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത്. ഇത് 2 സൈഡിലും അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി നമുക്ക് ആ സെൻറ്ററിലുള്ള പീസിന് വേണമെങ്കിൽ വേറൊരു കളർ വേണേൽ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കളറ് നീല കളറ് തുണി എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ആ പീസ് വെച്ചിട്ട് അതുപോലെ നമുക്ക് ഒരെണ്ണം വെട്ടിയെടുക്കാം. നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ തയ്ക്കാനായിട്ടാണ് പോകുന്നത്. തയ്ക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കഷ്ണത്തെ നമ്മൾ ലേസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ 2 പീസും കൂടെ ഒരുമിച്ചെടുത്ത് വെക്കുക. എന്നിട്ട് നല്ല വശം നമ്മളിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗമാണ് നല്ലതായിട്ട് എടുക്കുന്നത്. അത് ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് അതിലേക്ക് ലേസ് പിടിപ്പിക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ലേസിൻ്റെ അകവശമാണ് നമ്മളതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത്. മുകളിലേക്ക് വെച്ച് അതിൻ്റെ ഒന്നടിച്ച് കഴിഞ്ഞിട്ട് മറിച്ച് വരിക. ഇത് നമ്മൾ ലേസ് പിടിപ്പിച്ചിരിക്കുകയാണ്. ലേസ് നല്ല വശം വെച്ചിട്ട് 3 പീസിൻ്റെ നല്ല വശത്തൂടെ ലേസ് വെക്കുക. ലേസിൻ്റെ അകവശം വെച്ച് അതിന് സൈഡ് ചേർത്ത് നമ്മളങ്ങ് അടിച്ചിരിക്കുകയാണ്. 3 എണ്ണത്തിൻ്റെ അതുപോലെ തന്നെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്.
ഇനി നമ്മൾ പിന്നെ അതിന് നേരെ മറിച്ച് വെച്ചാൽ മതി. അങ്ങോട്ട് ഉണ്ടോ, അങ്ങനെ മറിച്ച് വെക്കുമ്പം ലേസ് നമ്മുടെ മുകളിലോട്ട് വരും. ഇനി നമുക്ക് 3 പീസും കൂടെ നമ്മൾ കൂട്ടിപ്പിടിപ്പിക്കണം. അപ്പം നമുക്ക് ആ താഴത്തെ പീസും കൂടെ ഇങ്ങനെ ഒരുപോലെ വെച്ചിട്ട് സൈഡിൽ കൂടെ അങ്ങ് അടിച്ച് പോയാൽ മതി. അല്ലെങ്കിൽ 2 അടുപ്പ്, 1 അടിച്ച് കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ അടുപ്പ് വരും. അതുകൊണ്ടാണ് അങ്ങനെ അടിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് 2 പ്രാവശ്യവും അടിക്കുക. പിന്നെ അതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്ന ആ പീസും കൂടെ അവിടെ കുറുകെ ഇരുന്നോളും. ഇപ്പം നമ്മളത് തയ്ച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. 3 പീസും കൂടെ കൂട്ടി യോജിപ്പിച്ചു. അതിൻ്റെ മുകളിൽ കൂടെ 2 ആദ്യം 1 അടിച്ചു, പിന്നെ രണ്ടാമത് 2 സൈഡിൽ കൂടെ ഒന്നും കൂടെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നല്ല ഡ്രസ് ചെയ്ത് അവിടെ ഇരിക്കും. ഇനി നമുക്ക് ബാക്ക് പീസിലേക്ക് അത് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ബാക്ക് പീസ് പിടിപ്പിക്കണമെങ്കിൽ ബാക്കിന് നമുക്ക് ക്രോസ് പീസ് വെച്ച് കഴുത്ത് നമുക്ക് അടിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്രോസ് ആയിട്ടുള്ള തുണി വെട്ടിയെടുക്കാം. അതിന് നീളം കുറവായതുകൊണ്ട് നമുക്ക് 2 പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ആ ക്രോസ് പീസ് 2ഉം കൂടെ കൂട്ടി യോജിപ്പിക്കാം. ക്രോസ് പീസ് കൂട്ടിപ്പിടിപ്പിക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ്. പിന്നെ ക്രോസ് പീസിൻ്റെ ചെരിഞ്ഞ 2 വശവും കൂടെ ഒരുപോലെ വരത്തക്ക വിധത്തിൽ അങ്ങനെ അതുപോലെ വെച്ചിട്ട് നേരെ മറിച്ച് വെച്ച് വേണം അടിക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വെച്ച് ഒരു ഇതുപോലെ അങ്ങനെ ചെരിച്ച് വെച്ചിട്ട് 2ഉം കൂടെ വേണം കൂട്ടി യോജിപ്പിക്കാൻ. ഇത് നമ്മൾ ക്രോസ് പീസ് നമ്മൾ അടിച്ചതാണ്, അടിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ തുമ്പ് കുറച്ച് വെട്ടിക്കളയാം. ഇനി നേരെ നൂർത്ത് നോക്കുമ്പോൾ കണ്ടോ നേരെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് വളഞ്ഞ് ഇങ്ങനെ കഴുത്തൊക്കെ ആകുമ്പോൾ വളവുള്ളതില്ലേ, ആ വളവുള്ള ഭാഗമൊക്കെ ക്ലിയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്രോസ് പീസ് എടുക്കുന്നത്. ഈ ക്രോസ് പീസ് നമുക്ക് 2ആയിട്ട് നടുവേ മടക്കിയിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ മുകളിലേക്ക്, കഴുത്തിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് തുമ്പിട്ടിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ തയ്ച്ചിട്ട് അത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്ത് ഒന്നും കൂടെ അടിച്ചാണ് നമ്മൾ അടിയിലേക്ക് മടക്കി അടിക്കുന്നത്. നമ്മളിതിൻ്റെ ബാക്ക് കഴുത്ത് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഷോൾഡർ പിടിപ്പിക്കാം. ഷോൾഡർ കൂട്ടിയെടുത്ത് വെക്കുക, 2ഉം കൂടെ കൂട്ടിയടിക്കാം. നമ്മൾ ഷോൾഡർ കൂട്ടിപ്പിടിപ്പിച്ചതാണ് ഇത്. ഇനി നമുക്ക് ഷോൾഡറിലേക്ക് നമുക്ക് സ്ലീവ് പിടിപ്പിക്കുക ചെയ്യേണ്ടത്. സ്ലീവ് പിടിപ്പിക്കണമെങ്കിൽ സ്ലീവിൻ്റെ അടിഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കണം. നമുക്ക് ഇതിന് ഇറക്കം വേണ്ടിയത് 7.5 7.5 നമുക്ക് 8 ഇഞ്ച് മടക്കിയിട്ട് 8 ഇഞ്ച് അളവെടുത്ത് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മടക്കി ഉള്ളിലേക്ക് തയ്ക്കാം. കൈയുടെ ഇറക്കം നമ്മൾ 7.5 നമുക്ക് വേണ്ടിയത്. അപ്പോൾ നമ്മൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ബാക്കി ഭാഗം ഉള്ളിലേക്ക് മടക്കുക. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകുന്നതാണ്, അതുകൊണ്ടാണ് ഒരു 8 ഇഞ്ചിന് മടക്കുക. മടക്കിയിട്ട് ആ മടക്ക് കൂടെ നമുക്ക് അടിച്ചു വിടാം. നമ്മൾ കൈ അങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ഷോൾഡറിലേക്ക് ആ കൈ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൈ പിടിപ്പിക്കുമ്പോൾ നമ്മൾ 2ൻ്റെയും ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചിരിക്കുന്ന ആ സെൻറ്റർ ഭാഗവും നമ്മുടെ കൈക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് സെൻറ്റർ. അത് 2ഉം കൂടെ ആണ് ഇവിടെ കൂട്ടി പിടിപ്പിക്കുന്നത്. 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും സെൻറ്ററിൽ നിന്ന് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 കൈയും അതുപോലെ പിടിപ്പിക്കാം. നമ്മൾ കൈ മുകളിലത്തെ പാർട്ടിലേക്ക് നമ്മൾ പിടിപ്പിച്ചു കേട്ടോ, പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് പിന്നെ താഴത്തെ പോർഷൻ നമുക്ക് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് നേരെ വെക്കുക. നേരെ വെച്ചിട്ട് ഇതുപോലെ ഒരു പിന്നെ താഴത്തെ പോർഷൻ അങ്ങ് എടുത്ത് വെക്കുക. അറ്റം ചേർത്ത് അതിലേക്ക് വെക്കുക. അവിടെ വെച്ചിട്ട് അവിടെ വേണമെങ്കിൽ അവിടെ ഒരു പിൻ ചെയ്യാം. അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാം. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ബാക്കി ഇതിൻ്റെ ഭാഗം അതിൻ്റെ സെൻറ്ററും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സെൻറ്ററും ഇത് മുകളിലത്തെ പോർഷൻ്റെ സെൻറ്ററും കൂടെ അവിടെ നമുക്കൊരു പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കി കിടക്കുന്ന ആ ഭാഗമാണ് നമുക്കവിടെ ഞൊറിയിട്ട് കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ തയ്ക്കുമ്പോൾ ഞൊറിയിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ആദ്യം തന്നെ അവിടെ അങ്ങനെ ഞൊറിയിട്ട് കൊടുത്തിട്ട് ആണ് അങ്ങനെ ഞൊറിയിട്ടാണ് നമ്മളവിടെ കൂട്ടിപ്പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ സൈഡും ഞൊറിയിട്ട് വരുന്നത് സൈഡ് ഒരുപോലെ വരണം എന്നുള്ള മാത്രമേ ഉള്ളൂ. അവിടെ വരെ ഒരുപോലെ ആയിരിക്കണം. ബാക്കി ഭാഗം നമുക്ക് ഞൊറിയിട്ടിട്ട് പിന്നെ അടിച്ചു കൊടുക്കും.
നമ്മൾ മുകളിലത്തെ പാർട്ടും അടിയിലത്തെ പാർട്ടും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, ഞൊറിയൊക്കെ ഇട്ട് കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടിയത് 2 സൈഡിലെ വണ്ണം നോക്കിയിട്ട് 2 സൈഡും കൂടെ കൂട്ടി പിടിപ്പിച്ചാൽ മതി. കൂട്ടി പിടിപ്പിക്കുന്നതിന് സൈഡ് വണ്ണം നമുക്കിപ്പോൾ ഇതിനൊരു 21 ഇഞ്ച് വണ്ണമാണ് വേണ്ടിയത്. 21 ഇഞ്ച് നോക്കിയിട്ട് 2 സൈഡിലും ഒരേപോലെ മാറ്റി ഒരേപോലെ അളവിൽ മാർക്ക് ചെയ്യാം. ഒരു 21 ഇഞ്ച് വണ്ണം നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. 2 സൈഡിലും തുല്യമായിട്ട് വിട്ടിട്ട് വേണം വണ്ണം അടയാളപ്പെടുത്താൻ. അങ്ങനെ 21 ഇട്ടു. കൈക്കൊരു 6.25 ഇഞ്ച് വണ്ണത്തിൽ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് കൈ 6.25 തൊട്ട് നമ്മൾ സൈഡിൽ 21 അടയാളപ്പെടുത്തിയിരിക്കുന്നതിലേക്ക് അടിച്ച് താഴെ വരെ അങ്ങ് അടിച്ചു വിടുക. 2 സൈഡും അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചു വിടാം. 2 സൈഡും നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് വേണ്ടിയത് അടിയുടെ ഇറക്കമാണ്. ഇറക്കം നമ്മളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല, തുണിക്കനുസരിച്ച് നമ്മളങ്ങ് ഇടുക ചെയ്ത്. ഇനി നമുക്ക് 4ആയിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ഇറക്കം ഒന്ന് അളന്ന് നോക്കാം. ഇറക്കം നമ്മൾ 52 അടയാളപ്പെടുത്തുകയാണ്. 52ൻ്റെ ബാക്കി നമ്മൾക്ക് പിന്നെ മുറിച്ച് മാറ്റാം. എന്നിട്ട് നമുക്ക് അടി മടക്കി അടിക്കുകയും ചെയ്യാം. അടി നമുക്ക് മടക്കി അടിക്കാം. നമുക്ക് ഫ്രണ്ടിലൊരു പോക്കറ്റ് കൂടെ വെക്കാം. അതിന് ഷോൾഡർ ചെയ്യുന്ന ഒരു 19 ഇഞ്ച് താഴ്ചയിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ആ പോക്കറ്റ് അടിച്ചു പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ നൈറ്റി തയ്ച്ചു കഴിഞ്ഞു. പോക്കറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓൾ അമർത്തുക. അപ്പോഴേ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി.